പാർപ്പിടരഹിതരില്ലാത്ത കേരളം 2016 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അധികാരമേറ്റയുടൻ ജനജീവിതത്തെ നേരിട്ട് തൊടുന്ന വിവിധ പദ്ധതികൾ ചേർത്ത് സർക്കാർ നവകേരള മിഷന് രൂപം നൽകി. നവകേരള മിഷന്റെ കീഴിൽ വരുന്ന ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 3.25 ലക്ഷം പേർക്കാണ് ഇതിനോടകം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ചവറ മണ്ണൂർ കോളനിയിലെ ഈ വീടുകളും ലൈഫ് മിഷൻ പദ്ധതിയുടെ വിജയത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ഞാൻ 17 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ലൈഫ് മിഷന്റെ 4 ലക്ഷം രൂപ ഇവിടെ കിട്ടിയപ്പോൾ ഞങ്ങളൊരു വീട് വെച്ച് താമസം മാറി. ഇപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ കിടക്കുക. അപ്പോൾ ഇത് കിട്ടിയോണ്ടാണ് ഞാനൊരു വീടുണ്ടായതും കിടക്കാടമായതും. 23 വർഷമായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 2 മക്കളും ഉണ്ട്. ഞങ്ങൾ 14 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുക. ഈ ജന്മത്ത് എനിക്ക് 1 സെന്റ് ഭൂമി കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. വീട് വെക്കണമെങ്കിൽ ലൈഫിൻ്റെ കിട്ടാതെ നമുക്ക് പറ്റത്തില്ല. വസ്തു മേടിക്കാനും നമുക്ക് പറ്റത്തില്ല. ജന്മത്ത് പറ്റത്തില്ലായിരുന്നു. 7 കൊല്ലം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞാലമുട്ടിലോട്ട് പോയി. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വസ്തു കൊടുക്കുന്നതെന്നറിഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ ലൈഫിൻ്റെ പൈസയും ഒക്കെ കിട്ടി വീടുമൊക്കെ ആയി സന്തോഷമായിട്ട് കഴിയുകയാണ്. വെള്ളവും കറണ്ടുമൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വഴിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ വിജയം വിളിച്ചോതി ചവറ മുക്കത്തോടുമുണ്ട് വീടുകൾ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല വീട് കിട്ടുമെന്നുള്ള, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ അത്രയ്ക്കും അങ്ങ് ആരപ്പടിയിലായി. ചേരയിലും പാമ്പിലും വെള്ളത്തിലും അഴുക്കിലും എല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് ഉറക്കം പോലും ഇല്ലായിരുന്നു. വാടയും ചെവിയും കേട്ട് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ട് എല്ലാ കാര്യവും നടന്ന് സാർ എന്തായാലും ഈ നമ്മുടെ മന്ത്രി ഞങ്ങൾക്കെല്ലാം തന്നു. ഞങ്ങളെ സന്തോഷത്തെ ഇപ്പോൾ ഇരിക്കുന്നു. ഒരുപാട് വെള്ളത്തിലും മണ്ണിലും എല്ലാം കടന്ന് ആരും നമുക്ക് സഹായിച്ചില്ല. ഈ സാറ് ഈ നമുക്ക് പരിചയമില്ല, നമുക്ക് നാടിന് ജീവിതമില്ല. അണ്ടിന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് ഞങ്ങളുടെ ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് സുഖമായിട്ട് ഞങ്ങൾ 2 പേരും ഇവിടെ കഴിഞ്ഞു പോകുന്നു. ഞങ്ങൾക്ക് 2 പെൺപിള്ളേരാണുള്ളത്. ഞങ്ങൾക്ക് അല്ലാതെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ ഈ ലൈഫിൻ്റെ മുഖ്യമന്ത്രിയുടെ ആയിട്ട് വന്നത് അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ അതിഥികളായും സഹോദരരായും കാണുന്ന കേരളത്തിന്റെ സംസ്കാരം ലൈഫ് മിഷനിലൂടെയും തുടരുകയാണ്. തമിഴ്നാട് സ്വദേശിനി മല്ലിയും മകൻ മഹേന്ദ്രനും അടങ്ങുന്ന കുടുംബത്തിനും കിട്ടി ഭൂമിയും വീടും. കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ 30 വർഷം മേലിലായി. സ്ഥലം തമിഴ്നാടായിരുന്നു. ഇവിടെ വന്നത് 28 വർഷത്തോളം വാടക വീട്ടിലാണ് ജീവിച്ചത്. ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വന്നിട്ട് 1.5 വർഷമായി. പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് സ്വന്തമായിട്ട് വീടായത്. സന്തോഷത്തോടെ ജീവിക്കുന്നു. സ്വന്തമായിട്ട് വീടുമായി. കേരള സർക്കാരിൻ്റെ ഒരു വീടുമായി. പിണറായി സർക്കാർ തന്നെ അടുത്ത വർഷം പറഞ്ഞു. വാടക കൊടുക്കാനുള്ള വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർ, കൂലിപ്പണിക്കും തൊഴിലുറപ്പിനും പോയി ജീവിച്ചിരുന്ന ഈ മനുഷ്യർക്ക് വാടക എന്ന ബാധ്യത ഒഴിഞ്ഞപ്പോൾ തന്നെ ജീവിതം സന്തുഷ്ടകരമായി. ഞങ്ങൾ 13 വർഷം കൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതാണ്. അന്നേരമാണ് മുഖ്യമന്ത്രിയുടെ ലൈഫിൻ്റെ പദ്ധതി വന്നത്. ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് വീടും സ്ഥലവും ലഭിച്ച് സന്തോഷം. ഞങ്ങൾക്ക് വാടക കൊടുക്കണ്ട, ഉള്ള പൈസ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ കഴിയുന്നു. 30 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു. ഇപ്പം ലൈഫിൻ്റെ വീടും കിട്ടി. ഇപ്പം പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനക്ഷേമ സർക്കാരിന് തുടർച്ച വേണമെന്നാണ് ഇപ്പോൾ സ്വന്തം ഭൂമിയുടെ അവകാശികളായ ഇവർ ആഗ്രഹിക്കുന്നത്.